അങ്കമാലി ശബരി റെയിൽപാത അത് യാഥാർത്ഥ്യമാകും എന്ന പ്രതീക്ഷയിലാണ് ഇടുക്കി നിവാസികൾ. കാരണം ഇടുക്കിക്കാരെയൊക്കെ സംബന്ധിച്ച് എറണാകുളം ജില്ല കടന്നു വരുന്ന ഈ ഒരു പാത അവർക്ക് സ്വപ്ന തുല്യമാണ് അല്ലേ. തൊടുപുഴ കടന്ന് പാലാ ഭരണങ്ങാനം വഴിയാണ് നിർദ്ദിഷ്ട ശബരി റെയിൽപാത കടന്നു വരുന്നത്. കാലടി മുതൽ തൊടുപുഴ വരെ 58 കിലോമീറ്റർ പാതയുടെ നിർമ്മാണത്തിന് റെയിൽവേക്ക് എന്ന തടസ്സമില്ല. അങ്കമാലി ശബരി റെയിൽ പാതയ്ക്ക് വനംവകുപ്പിന്റെ തടസ്സങ്ങളില്ല എന്നത് പദ്ധതിയുടെ നടത്തിപ്പിന് സഹായകരമാകും. 111 കിലോമീറ്റർ ദൂരമുള്ള ശബരി പാത 1998 വാജ്പേയി സർക്കാരിന്റെ കാലത്താണ് രൂപം കൊണ്ടത്. 2800ഓളം കുടുംബങ്ങൾ നഷ്ടപരിഹാരം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷം 28ആയി. പല വീടുകളുടെയും പറമ്പുകളിൽ സദേൺ റെയിൽവേ കല്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പഴയ കല്ലുകൾക്ക് പുറമെ സദേൺ റെയിൽവേ പുനഃസ്ഥാപിച്ച കല്ലുകളുമുണ്ട്. സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾ പൂർത്തീകരിച്ചാൽ പദ്ധതി അതിവേഗം ട്രാക്കിലെത്തും. എറണാകുളം ജില്ലയ്ക്ക് ശേഷം ഇടുക്കി തൊടുപുഴയിലാണ് സ്റ്റേഷൻ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇടുക്കി തൊടുപുഴ കരിങ്കുന്നം വഴിയാണ് കോട്ടയം രാമപുരത്തേക്ക് നിർദ്ദിഷ്ട പാത കടക്കുക. ഇടുക്കിയിൽ ആദ്യ റെയിൽപാത വരുന്നതിൽ ജനങ്ങൾ വലിയ സന്തോഷത്തിലാണ്. ഈ സന്തോഷമുണ്ട്, കാരണം നടന്നു പറ്റിയാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതാ ഞാനൊന്നും ചെയ്യാതിരിക്കണേ. ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെറുതെ കാശുകളെ. ഞങ്ങൾ പറഞ്ഞ 800 മീറ്റർ നീളം ഈ സ്റ്റേഷന്. അത് അന്ന് 15 മീറ്ററാണ് ഇതിന് സാധാരണ ട്രെയിൻ പോളെ എടുക്കുന്നത്. സ്റ്റേഷൻ 75 മീറ്റർ. അത് കുറച്ചിട്ടില്ല, അത് ഇപ്പോഴും ഉണ്ട്. അത് തന്നെയുണ്ട്, 800 മീറ്ററും ഉണ്ട്. അതിൽ നിന്ന് 2-3 മീറ്റർ അകത്തേക്ക് തള്ളി കിട്ടും. ഇത്ര പോകുന്നു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ്. 28 വർഷം മുമ്പ് വിഭാവനം ചെയ്ത പദ്ധതിക്ക് ഇന്നത്തെ ചെലവ് 2800 കോടി രൂപയാണ്. ഇടുക്കിയുടെ അനന്ത സാധ്യതകൾക്ക് പച്ചക്കൊടി വീശുന്ന പദ്ധതി ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്നാണ് ജനപ്രതിനിധികളും ആവശ്യപ്പെടുന്നത്. ഇല്ല, കാരണം നാടിൻ്റെ ഒരു വികസനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മലയോര മേഖലയ്ക്ക് വേണ്ടി ഗുണകരമായ തരത്തിൽ തൊടുപുഴ ടൗണിനോട് പ്രദേശത്തുകൂടി പോകുന്ന തരത്തിലേക്ക് വരുന്ന ഈ റെയിൽവേ നമ്മുടെ വികസനത്തിന് ആവശ്യമാണ്. ജോയ്സ് ജോർജിൻ്റെ എല്ലാം നേതൃത്വത്തിൽ ഈ ശബരി റെയിൽവേ പദ്ധതി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നിരവധിയായ പ്രക്ഷോഭ സമര ക്യാമ്പയിനുകളും എല്ലാം നടന്നിട്ടുണ്ട്. ഈ നിരവധി കർഷകരെയും നിരവധി ചെറുതും വലുതുമായ കുടുംബക്കാരെയും എല്ലാം ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നമായിരുന്നു ഇത്. ഇതിന് ശാശ്വതമായ പരിഹാരം ഇപ്പം കണ്ടെത്തിയതിൽ വളരെയധികം ആശ്വാസം ജനങ്ങൾക്കുണ്ടാവും. അങ്കമാലി മുതൽ തൊടുപുഴ വരെ റെയിൽപാത നിർമ്മാണത്തിന് സാമൂഹികാഘാത പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി പദ്ധതിയുടെ നിർമ്മാണ ചെലവ് സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ധാരണയിലെത്തേണ്ടതുണ്ട്. ശബരി റെയിൽപാത പദ്ധതിക്ക് ചിറകുമുളച്ചത് യാഥാർത്ഥ്യമായാൽ ഇടുക്കിയുടെ ഭൂപടത്തിന് തന്നെ അതൊരു ചരിത്ര നേട്ടമാകും. വിനോദസഞ്ചാര മേഖലയിലും മലഞ്ചരക്ക് വ്യാപാര മേഖലയിലും വലിയ കുതിച്ചുചാട്ടത്തിലേക്ക് ഇടുക്കിക്ക് കടക്കാനാവും. സനൽ ഇളമ്പച്ചിക്കൊപ്പം ആൽവിൻ തോമസ്, ന്യൂസ് മലയാളം, ഇടുക്കി.